പിന്നെ നിങ്ങൾ ഭയങ്കര ജെല്ലായി, അതുകൊണ്ട് നിങ്ങൾ ഈ ബാക്ക് ബെഞ്ചേഴ്സ് എന്ന് നിങ്ങൾക്കൊരു പേരും വന്നു. എനിക്ക് തോന്നുന്നു ആ ഒരു അത്രയും നിങ്ങൾ പിന്നെ ക്ലോസ് ആയി തോന്നുന്നു അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമുക്കറിയാം, ഇപ്പം നമുക്കൊരാളെ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഒരാളെ നമുക്ക് തോൽപ്പിക്കാൻ സാധിക്കും എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ അവരുടെ അടുത്തൊരു കോമ്പറ്റീഷൻ മെൻറ്റാലിറ്റി, അല്ലെങ്കിൽ അവരെ നമുക്ക് തോൽപ്പിക്കണം, അല്ലെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് തോൽപ്പിക്കാൻ പറ്റും. അപ്പം അതൊരു അന്തരം ഉണ്ടാവും അവിടെ, അവർ തമ്മിലൊരു ഗ്യാപ്പ് വരും. ഇവിടെ എന്ന് വെച്ചാൽ അങ്ങനെ ഒരു സംഭവം ആർക്കും ഉണ്ടായില്ല. കാരണം എല്ലാവർക്കും ഒരു ബോധ്യം ഉണ്ടായിരുന്നു, എൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ആള് എപ്പോൾ വേണമെങ്കിലും എന്നെ തോൽപ്പിക്കാം. ആരും തോൽപ്പിക്കാൻ സാധിക്കില്ല റിയാലിറ്റി ഷോയെ സംബന്ധിച്ചിടത്തോളം. ഇപ്പം നമുക്ക് മുമ്പ് നമ്മളിപ്പോൾ സ്റ്റാർ സിംഗർ ഉണ്ടായിട്ടുണ്ട്, സൂപ്പർ സ്റ്റാർ ഉണ്ട്. ഇതിനെല്ലാം നമ്മൾ കണ്ടുവരുമ്പോൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഒരു വിന്നർ ഉണ്ടാവും. പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും വ്യത്യസ്ത അഭിപ്രായങ്ങളായിരിക്കും. പക്ഷെ എന്നാലും ഒരു ആവറേജ് എടുക്കുമ്പോൾ ഒരു 2-3 പേര് മാക്സിമം, അല്ലെങ്കിൽ 2 പേരല്ലെങ്കിൽ ചിലപ്പോൾ ഒരാളൊക്കെ ആയിരിക്കും നമ്മുടെ മനസ്സിലുണ്ടാവും. നമുക്കറിയാം അത് ഇന്നയാൾ വിജയിക്കുമെന്നൊരു തോന്നൽ നമുക്കുണ്ട്. പക്ഷേ ഈ സരിഗമപ്പയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അതിനകത്ത് അവസാനത്തെ ഒരു 10ലേക്ക് എത്തിയ ഒരു കണ്ടസ്റ്റന്റിൽ ആര് വിജയിക്കുമെന്നുള്ളത് ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരുന്നു തീർച്ചയായിട്ടും.